എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവെ അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു. അവരുടെ യാത്രകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ചെയ്തികൾ, അവരുടെ ഇടപെടലുകൾ, അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഉദ്യമങ്ങൾ, അവരുടെ ജോലികൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന, നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്ത താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിനെ ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും,
ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശുവും തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിൽ അങ്ങനെ തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസും ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും. അപ്പോൾ അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22 അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ സന്തോഷത്തിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്തെന്ന് പറയുമ്പോഴാണ് ഇതാണ്. ആരും വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ അപ്പൊ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:32 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പൊ അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ, ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം എടുത്തു കളയും. ഒന്നിലെ കാലം എടുത്തു കളയും. കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തു കളയും. ഇപ്പം പട്ടിണി, ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത് വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അയാൾക്ക് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റണില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. അയാൾക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നു, അനുഗ്രഹം കിട്ടാൻ പോകുന്നു. പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഇയാൾക്കില്ല. അങ്ങനെ 10,000 പ്രാർത്ഥിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3:2 മത്തായിയുടെ സുവിശേഷത്തിൽ 19:9 ശുശ്രൂഷ ഉള്ളത്, ഭാഗമുള്ളത്. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനാണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നുകൊണ്ടാണ് നമുക്കിത് നോക്കേണ്ടി വന്നത്. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ മെസ്സേജാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. പക്ഷേ അയാൾ ജന്മന കൈ സൂക്ഷിച്ചു പോയി, അല്ലെ വെറുതെ കൈ സൂക്ഷിച്ചു പോയി, കാറാപകടത്തിൽപ്പെട്ട് കൈ സൂക്ഷിച്ചു പോകത്തില്ല. ഇത് ജന്മന കൈ സൂക്ഷിച്ചു പോയ ആളാണ്. പാരമ്പര്യമായിട്ട് സ്വത്തില്ല, പാരമ്പര്യമായിട്ടില്ലേക്ക് പാരമ്പര്യമായിട്ട് അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് സ്വത്തില്ലാത്ത ആൾക്കാരില്ലേ, പാരമ്പര്യമായിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ട്, പാരമ്പര്യമായിട്ട് കുറേ പഠിക്കാൻ കഴിവില്ലാത്ത പഠനം, പാരമ്പര്യമായിട്ട് അങ്ങനെ കുറേ കുറവുള്ള ആൾക്കാരുണ്ട്. ഇവരെ ഈശോ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ മർത്തായിയുടെ സുവിശേഷം 12:9. അവനെ ഈശോ നോക്കി 12:9 എന്താ പറയുന്നത്? യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗയിലെത്തി. അവിടെ കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാം. അത് വേറൊരു വിഷയം. അതിനുശേഷം അവസാനം വരേണ്ടത്, അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? അവിടെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിന് മറുപടി പറയണത്. അവിടെ യേശു കുറ്റം ആരോപിക്കാൻ വേണ്ടി ഇവൻ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ അവനോട് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് ഈശോ. കൈ നീട്ടാൻ പറയുന്നുണ്ട്. മത്തായി 12:13 നമുക്കറിയാമല്ലേ, കൈ സൂക്ഷിച്ചു പോയതിനോട് എത്ര കൈ നീട്ടാൻ നിനക്ക് ഒരു പരിമിതിയുണ്ട് അല്ലേ? കൈ സൂക്ഷിച്ചു പോയി. അപ്പോഴേ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, കർത്താവ് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആരാധന അഭിഷേകമാകണത്. ഇത് ഞാൻ പഠിച്ച വചനമല്ല, ഈ ചിന്തിച്ച പോലും ഇരിക്കുന്ന വചനമല്ല, ഇപ്പം ഈ തന്ന വചനമാണ്. എന്താ പ്രശ്നം വെച്ചാൽ കൈ സൂക്ഷിച്ചു പോയതിനോട് കൈ നീട്ടാൻ ഈശോ പറയുകയാണ്. അവനെന്തുമാത്രം നീട്ടാൻ പറ്റും? പരിമിതിയുണ്ട്. അപ്പം പിന്നെ അവിടെ എന്താണ് ഒരു ഒരു ഓപ്ഷൻ ഉള്ളത്? എന്താണ്? കൈ സൂക്ഷിച്ചു പോയി കൈ നീട്ടാൻ പറ്റണില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? കർത്താവ് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കും. എന്താണ്? നിൻ്റെ കൈ നീട്ടാൻ പറ്റണില്ല. ദാറ്റ് മീൻസ് യു ലോസ്റ്റ് യുവർ മെറിറ്റ്. ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് വർക്ക് ചെയ്യേണ്ടത്. യോഗ്യതയും അതുപോലെ തന്നെ കൃപയും. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനുണ്ട് കൈ നീട്ടാൻ പറയുകയാണ്, പക്ഷേ അയാൾക്ക് മെറിറ്റില്ല, ജന്മനെ കൈ സൂക്ഷിച്ചു പോയിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ പ്രൊവിഷൻ എന്താ? പിന്നെ സാധ്യത എന്താ? പണമില്ല, വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾക്കും പരിമിതികൾ, ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട്. വി ലോസ്റ്റ് അവർ മെറിറ്റ് ബൈ ബർത്ത്. ജന്മനായി ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമുക്കില്ല. അപ്പോൾ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. പക്ഷെ അവരുടെ കൈ നീട്ടാൻ പറഞ്ഞിരിക്കുന്നു. അവൻ പറയണത് ഐ കാൻ ജീസസ്, പറ്റണില്ല. അവൻ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിളിൽ, പക്ഷേ ഈശോ പറയും നടക്കത്തില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ? എന്താ? അതിനാണ് ഈശോ പറയണത് 12. അതിനൊരു ഈശോ മറുപടി അവൻ പറഞ്ഞു, നിങ്ങൾ 12:11
മത്തായിയുടെ സുവിശേഷം ഏറ്റു പറഞ്ഞ് അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തന്റെ ആട് കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? പിടിച്ചു കയറ്റണമെങ്കിൽ കൈ വേണ്ടേ? അത് ആരുടെ കയ്യിലാണ്? ആടിൻ്റെ കൈയാണോ? അല്ല, ദൈവത്തിൻ്റെ കൈ. നിന്റെ കൈ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ നിന്നിലേക്ക് നീണ്ടുവരും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവിഷനില്ലേ? ഇപ്പം നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിൻ്റെ ഒരു ഷെയർ ഇടാൻ നിനക്ക് പറ്റണില്ലെന്ന് വിചാരിച്ചോ, മെറിറ്റില്ല നിനക്ക്. അപ്പം നിനക്ക് കർത്താവിനോട് തുറന്ന് പറയാം, എനിക്ക് ആ മേഖലയിൽ പഠിച്ചിട്ട് മനസ്സിലാകണില്ലെന്ന് നീ പറയണം. ചില പറയത്തില്ല, അച്ഛാ ഇനി ഞാൻ എന്ത് പഠിക്കൂ, എനിക്കിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ OETക്ക് സ്പീക്കിങ് പോണത്, ഇനി എനിക്ക് പറയാൻ എൻ്റെ ആത്മവിശ്വാസം പോയെന്നാണ് പറഞ്ഞവർ. ഞാൻ ഇനി എഴുതണോ വേണ്ടെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറയണം നീ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ എന്തിനാണ് പറയണത്? ഞാൻ അമ്മയിൽ ആശ്രയിച്ചല്ലേ പറയണത്. അമ്മ കാര്യം എപ്പോഴും വർക്ക് ചെയ്യണത്, എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത്. നമുക്കറിയാം ബൈബിളിൽ ഇപ്പം ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ഫേവേഴ്സ്. ചില അച്ഛന്മാർ എന്നോട് വളരെ വിമർശനാത്മകമായി ചോദിക്കും, നിങ്ങളിതെന്താ പ്രോഫിറ്റ് തിയോളജിയാണ് പറയണത്, സമ്പന്നരുടെ ദൈവശാസ്ത്രമാണ് പറയണത്, എപ്പോഴും ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനവരോട് പറയും, നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. ഈ കാര്യം ബൈബിള് ജനത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തിക മേഖലയിലല്ല വർക്ക് ചെയ്യണത്. ഇപ്പം കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ ചോദിക്കണത്? മീൻ വല്ലതും ഉണ്ടോ? അതാണ് സംഭവം. അതാണ് മൈൻഡ് ഓഫ് ഗോഡ്. മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറയണത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു ആധ്യാത്മികത ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല. കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു അവസ്ഥ ദൈവ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മിണ്ടാണ്ടോടെ നിന്നാൽ പോരെ? വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വെളുപ്പാങ്കാലത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണത് അത്രയ്ക്ക് വലിയ വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പറയാൻ എന്താണ്? കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. അതല്ലേ 21:6 എന്താ പറയണത്? രാത്രി മുഴുവനും ഒന്ന് പറഞ്ഞേ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇത് തന്നെയാണ് പിള്ളേര് വന്നിവിടെ പറയണത് പരീക്ഷയ്ക്ക്. അച്ഛാ, രാത്രി മുഴുവൻ പഠിച്ചിട്ടും ഇപ്പത്തെ തലയിൽ ഒന്നും ഇല്ലെന്ന് പറയും. ഇതല്ലേ സെയിം തിങ് അല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കാശ് രൂപ വെഞ്ചരിച്ച് കൊടുക്കും. എല്ലാവർക്കും, പ്രൊഫഷണൽ എല്ലാ പരീക്ഷക്കാർക്കും കൊടുക്കും, എല്ലാ ദിവസവും കൊടുക്കും. എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവർക്ക് മെറിറ്റ് പോയാലും ഗ്രേസ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊടുക്കും, ഇൻ കേസ് മെറിറ്റ് പോയാൽ, മെറിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ ഒരു കൊച്ച് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉരുണ്ട് പടച്ച് താഴെ വീണ്. അപ്പം എൻ്റെ തലയിലൊക്കെ പൊട്ടി. അപ്പം ഞങ്ങളപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചിട്ട് ആളെ ഇവിടുന്ന് തന്നെ കാറ് വിളിച്ച് കൃപാസനത്തിൽ നിന്ന് ചിലവെടുത്ത് അവരെ കുഞ്ഞിനെ കൊണ്ടാക്കി. പക്ഷേ ആൾ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. മനുഷ്യന്മാരായി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെരിറ്റ് പോകും, നമുക്ക് കാണിച്ചു തന്നെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതല്ലേ ഇതിപ്പോൾ കാഷ്വാലിറ്റി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് സംഭവിച്ചതുകൊണ്ട് നമുക്കത് ഞങ്ങൾ സുന്ദരമായിട്ടത് കൈകാര്യം ചെയ്ത് സന്തോഷം. കാര്യം ഇവിടെ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തർക്കും
ഞങ്ങൾ കടപ്പെട്ടവരാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ അപ്പം ഫോളോ അപ്പ് ചെയ്യും ആ വ്യക്തിയെ. അപ്പം അങ്ങനെ കാര്യം ഒത്തിരി ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമ്മുടെ കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ചിലത് ഇപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഉടനെ അത് ആക്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉണ്ടായെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? മെറിറ്റേ പോയിട്ടുള്ളൂ, നമ്മുടെ യോഗ്യതയെ പോയിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങൾക്കും മെറിറ്റും ഉണ്ടാവും, ഗ്രേസും ഉണ്ടാവും. ഈശോയ്ക്കും അർപ്പിക്കുന്നു. എൻ്റെ പേര് ലിദീന ബിജു എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ കാണക്കാരിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. 2005 എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 2008 വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയനും കൂടിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ച വീട് മേടിച്ചത്. അപ്പോൾ അനിയൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവന് അത് വിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങും പോകാനായിട്ട് ഇടയില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2015 ആയപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വാടകയ്ക്ക് പോയി. 8 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു, സ്ഥലം മേടിക്കാനായിട്ടൊന്നും ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാനിങ്ങനെ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ കേൾക്കുന്നുണ്ട്, എൻ്റെ പാന ഒരു ദിവസം സമയം കിട്ടുമ്പം അമ്മയുടെ അടുത്തൊന്ന് ചെല്ല്, അമ്മ നിനക്ക് തരൂടി എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞ്, ഇല്ല അമ്മ, ഇത്രയും ഇതൊക്കെ തന്നിട്ട് നമുക്ക് തരുമോ, നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അമ്മ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിലേക്ക് വന്ന് 2020 ഫെബ്രുവരി 9 ഞാനിവിടെ ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്നത്. ഞാൻ അന്ന് ഇവിടെ വന്ന് വെളുപ്പിന് 5 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വെച്ചിരുന്ന നിയോഗം 6 നിയോഗങ്ങളുണ്ടായിരുന്നു. അതിൽ എന്നോടിവിടെ ബ്രദർ പറഞ്ഞു, ഒരു നിയോഗം മാതാവിന് വിട്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മാതാവിന് വിട്ടു. ബാക്കി നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം, എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം മതി അമ്മേ. എല്ലാവരുടെയും മുന്നിൽ നമ്മൾ വാടകയ്ക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് 3 സെൻറ്റ് സ്ഥലം മാത്രം മതി. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാന്ന് ഞാൻ സങ്കടപ്പെട്ട് ഞാൻ ഇവിടുന്ന് ചെന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് തരും, അമ്മ തരും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അമ്മ തരാതിരിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് തൈലം നെറ്റിയെ കുരിശ് വരച്ച് ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. വെളുപ്പിന് 5:30 ആയപ്പോഴും എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല, ഒരാഴ്ച ആയില്ല. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞേടി, അവിടെ അടുത്തൊരു കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു മാർഗവും ഇല്ലാതെ നമ്മളെങ്ങനെ പോയി നോക്കും, നമ്മളെങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം, എന്തായാലും കുറച്ച് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഹസ്ബൻഡും പോയി. അവിടെ ചെന്ന് സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ആകെ കുറച്ച് സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കയ്യിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയാ മാർഗം, ആര് തരും എന്ന്. അതൊക്കെ തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മാതാവിൻ്റെ, ഞാൻ എപ്പോഴും കാശുരൂപം ഇപ്പം ഞാൻ എൻ്റെ കഴുത്തേലായിട്ടിരിക്കുന്ന അമ്മയുടെ കാശുരൂപം ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അമ്മ എനിക്കൊരു മാർഗം തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് എവിടെ നിന്ന് എനിക്കറിയത്തില്ല. ആദ്യം എനിക്ക് 5 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വിളിച്ച് അവർ തന്നു 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം രൂപയും എൻ്റെ സ്വർണ്ണം എല്ലാം കൂടെ കൊടുത്ത് ഞാൻ എന്നിട്ടും തികയാനുണ്ട്, 1 ലക്ഷം രൂപയും കൂടെ തികയാനുണ്ട്. അതിനും ഒത്തിരി പേരോട് ചോദിച്ചു, പക്ഷെ അവരാരും തന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാറ്
ഞാൻ ചെന്നിട്ട് അവിടെ 2 വർഷം ആയതേ ഉള്ളൂ. ആ സാർ എന്നോട് പറഞ്ഞു, ലീത വിഷമിക്കണ്ട, ഇതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷം രൂപ തന്ന. അങ്ങനെ ഞാൻ 3 സെൻറ്റ് സ്ഥലം ഞാൻ ആഗ്രഹിച്ചോളൂ മാതാവിനോട്. എനിക്ക് 14 സെൻറ്റ് സ്ഥലം അമ്മ തന്ന്. ആ സ്ഥലം മേടിച്ച് ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ വരും, ഇവിടെ വന്ന് അമ്മയോട് അടുത്ത ഉടമ്പടി എടുക്കുന്ന സമയമായപ്പം ഞാൻ 2021 2ാമത്തെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിയോഗം വെച്ച്, അമ്മേ എനിക്കൊരു കുഞ്ഞു വീട് മതി, ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു വീട് മാത്രം മതി, ഞാൻ ആ വീട് വെച്ച് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ എന്ന് ഞാൻ പറഞ്ഞു. 2022 ഏപ്രിൽ 23-ാം തീയതി ഞാനൊരു ഭവനം വെച്ചു. കയറി താമസവും കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വീട് പണിയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, ഒത്തിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നു. ഞാൻ അന്നേരം ഇപ്പം ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറയടി, പൈസ ഇല്ലല്ലോ, തീർന്നല്ലോ, പെരപണി നിർത്തേണ്ട വരൂലോടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, അമ്മ തരും, അത് വൈകുന്നേരം ആകുമ്പോൾ അമ്മ തന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അമ്മയുടെ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മേ എനിക്കൊരു മാർഗം തന്നേക്കണേ, എൻ്റെ ഈ പൈസ ഇല്ല, എൻ്റെ വീട് പണി തീർക്കാനായിട്ട് എനിക്കൊരു വഴി തുറന്നു തരണേ പറഞ്ഞു. എന്തായാലും എൻ്റെ അമ്മയെ പ്രാർത്ഥന കേട്ട് അമ്മ കൈവിടത്തില്ല, ആരെയും കൈവിടത്തില്ല. നല്ല മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ തരും, നമുക്ക് എല്ലാവർക്കും തരും. അതുകൊണ്ട് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു അമ്മയോട്. അതുപോലെ തന്നെ 2008 എൻ്റെ മോള് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തലവേദന, മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് ഞാൻ എഴുന്നേക്കത്തില്ല, തലവേദനയും ഛർദിയൊക്കെ ആയിട്ട് അവശയായിട്ട് കിടക്കും. അപ്പം എൻ്റെ കൂട്ടുകാരി വരും, അവൾ വന്ന് എൻ്റെ ഈ കിടക്കുമ്പോൾ ചെയ്യാനായിട്ട് അവൾ ഓടി വന്നിട്ട് അവൾ എൻ്റെ നെറ്റിയിൽ ഈ തൈലം വന്ന് പുരട്ടി, അമ്മ മാറ്റൂടി എന്ന് പറഞ്ഞ് എനിക്ക് നെറ്റിയെ കുരിശ് വരച്ച് തരും. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കാർത്താസിൽ പോയാൽ 2 ഇഞ്ചക്ഷനൊന്നും എടുത്തേ, വേദനയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് എടുത്തു കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും, 1 ഇഞ്ചക്ഷനും കൂടെ തരാവോ? അതുപോലെ വേദനയാണ്, വെട്ടം കാണാൻ മേല, ശബ്ദം കേൾക്കാൻ മേല, എന്താ അവസ്ഥയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മളിപ്പോൾ ചത്തുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. എന്തായാലും അമ്മയുടെ കാശുരൂപവും തൈലവും ഞാൻ നെറ്റിയെ തൂത്ത് എൻ്റെ തലവേദന എനിക്ക് ഇന്ന് വരുന്നില്ല. ഞാൻ അതിന് നന്ദി പറയുന്നു, അമ്മയോട് കോടാനുകോടി നന്ദി.